ഇന്നത്തെ വചനചിന്ത: കർത്താവ് കൈവിടില്ല. കർത്താവ് താങ്കളെ കൈവിടുകയില്ല. കർത്താവ് താങ്കളുടെ കൂടെയുണ്ട്. താങ്കളുടെ ഭാവി, താങ്കളുടെ ജോലി, സകലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയൊക്കെയും തിരിച്ചു ലഭിക്കും. സമൂഹം താങ്കൾക്കെതിരാകാം. കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചതിൽ എതിർപ്പുണ്ടാകാം. ഒറ്റപ്പെട്ട അനുഭവമുണ്ടാകാം. എന്നാൽ കർത്താവ് താങ്കളെ വിടുകയില്ല. കർത്താവ് താങ്കളെ കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് വാഗ്ദത്തം നൽകിയ ദൈവം താങ്കളെ അറിയുന്നു. യേശുവിനെ വിശ്വസിച്ച് താങ്കൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താങ്കളെ ദൈവം കൈവിടുകയില്ല, താങ്കളെ ഉപേക്ഷിക്കുകയില്ല. താങ്കളെ തിരഞ്ഞെടുത്തത് കർത്താവാണെങ്കിൽ കർത്താവ് താങ്കളെ തകർന്നു പോകുവാൻ അനുവദിക്കുകയില്ല. താങ്കളുടെ ജീവിതം മനോഹരമാക്കുവാൻ യേശു വന്നിട്ടുണ്ട്. ജീവിതം ഏത് തകർന്ന അവസ്ഥയിലാണെങ്കിലും, ജീവിതം എത്ര പരാജയമാണെങ്കിലും, ജീവിതം എത്ര ബന്ധനങ്ങളിൽ കിടക്കുന്നതാണെങ്കിലും, ജീവിതം എത്ര ഇരുളാണെങ്കിലും താങ്കളുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത് യേശുവാകുന്നു. യേശു ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്തു, എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. ജീവിതത്തിൽ താങ്കൾക്ക് സംഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും ദൈവകരങ്ങളിൽ കൈമാറുക. കേട്ട വാഗ്ദത്തം കൺമുൻപിൽ വെളിപ്പെടും. ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ശൂന്യതകൾ വന്നപ്പോൾ, ക്ഷാമം വന്നപ്പോൾ, ദൈവം ഭക്തനായ ഇസഹാക്കിനോട് സംസാരിച്ചു, നീ ഗെരാറിൽ തന്നെ പാർക്കായെന്ന്. ഇസഹാക്ക് ആ ആണ്ട് വിതച്ചു 100 മേനി കൊയ്തുവെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. ഇസഹാക്കിന് കഠിനമായ ക്ഷാമം കടന്നു വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോകണ്ട, പിതാവായ അബ്രഹാമിന് വാഗ്ദത്തം നൽകിയ വാഗ്ദത്തം ഇസഹാക്കിനോട് ദൈവം നിവർത്തിക്കുമെന്ന് അരുളി ചെയ്തുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും, താങ്കളുടെ കഷ്ടത എത്ര കാഠിന്യമാണെങ്കിലും, എത്ര ക്ഷാമമാകുന്ന ദിനമാണെങ്കിലും, ദൈവത്തൊന്ന് മുറുകെ പിടിക്കാമോ? ദൈവം താങ്കളെ ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റിപ്പുലർത്തും. ഇസഹാക്ക് വിതച്ചപ്പോൾ 100 മേനി ലഭിച്ചതുപോലെ താങ്കളുടെ വിതയ്ക്കും 100 മേനി നൽകുവാൻ ദൈവം മതിയായവനാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം മാറും. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യർ കൈവിടാം, ദൈവം കൈവിടുകയില്ല. ദൈവം കൂടെ ഉണ്ടാകും. എത്ര മനുഷ്യർ നമ്മോട് കൂടെ ഉണ്ടെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിനകത്ത് വിജയമുണ്ടാകത്തുള്ളൂ. ഈ ലോകത്ത് ആരും കൂടെ ഇല്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് മതി. ജീവിതത്തിനകത്ത് പരാജയം സംഭവിക്കത്തില്ല. ഭക്തനായ ഏലിയാവ് കെരീർ തോട്ടിൽ ദൈവ ശബ്ദം കേട്ടൊളിച്ചിരിക്കുമ്പോൾ, ലോകം മുഴുവനും ഭക്തനായ ഏലിയാവിനെ പിടിക്കുവാൻ പതിയിരിക്കുമ്പോൾ, ദൈവം ഭക്തനായ ഏലിയാവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഏത് മേഖലകളിലും ദൈവത്തിൻ്റെ കരുതൽ കൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഭക്തനായ ദാവീദിനെ പിടിപ്പാൻ ശൗൽ പലപ്പോഴും ശ്രമിച്ചു, വനാന്തരത്തിൽ ഒളിച്ചു. രാജ്യം മുഴുവനും ഭക്തനായ ദാവീദിനെ പിടിപ്പാൻ പദ്ധതി ഒരുക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, ദൈവം അനുകൂലമായിരുന്നതുകൊണ്ട് ദാവീദിനെ തൊടുവാൻ ആർക്കും കഴിഞ്ഞില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ കുടുംബത്തിനകത്തോ, താങ്കൾ കാണപ്പെടുന്ന സാഹചര്യങ്ങളോ, താങ്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലോ എന്തുമാകട്ടെ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവിക പദ്ധതിക്കായി ദൈവം താങ്കളെ ഉയർത്തുകയാണ്. ദൈവം താങ്കളെ ഒരുക്കുകയാണ്. ഭക്തനായ ഏലിയാവിനെ ദൈവം ഒരുക്കി. ചുരുക്കം ചില പ്രാർത്ഥനയിൽ നിന്ന് സ്വർഗത്തിൽ തീയിറങ്ങി യാഗപീഠത്തെ ദഹിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ, വനാന്തരങ്ങളിൽ ഓടിയൊളിച്ച ഭക്തനായ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റിയെങ്കിൽ, താങ്കളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഭക്തനായ യോസേഫിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, ഭക്തനായ യോസേഫിന് ഒത്തിരി നിന്ദകളുണ്ടായിരുന്നു, ഒത്തിരി കഷ്ടതയുണ്ടായിരുന്നു, കാരാഗൃഹത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു, പൊട്ടക്കിണറിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ സഹോദരങ്ങൾ ഭക്തനായ യോസേഫിനെ പൊട്ടക്കിണറ്റിലിടുമ്പോൾ അവിടെ നിന്നും ഓരോ ചവിട്ടുപടിയായി ദൈവം ഭക്തനായ യോസേഫിനെ ഉയർത്തി ഉയർത്തി മാനിച്ചുവെങ്കിൽ, കാരാഗൃഹം ഭക്തനായ യോസേഫിൻ്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറിയെങ്കിൽ, വിശന്ന് പ്രതീക്ഷകൾ അസ്തമിച്ച് പൊട്ടക്കിണറ്റിൽ കിടന്ന ഭക്തനായ യോസേഫിൻ്റെ തലയ്ക്ക് മുകളിൽ
തൻ്റെ സഹോദരങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാലിച്ചാക്കുമായി ഭക്തനായ യോസേഫിൻ്റെ മുൻപിൽ അവർ വന്ന് നിൽക്കുമെന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സാഹചര്യങ്ങൾ ഒരുപക്ഷെ പൊട്ടക്കിണറിൻ്റെ അവസ്ഥയിലായിരിക്കാം. സാഹചര്യങ്ങൾ ഇരുളായിരിക്കാം. മുന്നോട്ട് യാതൊരു പ്രതീക്ഷയും ഉണ്ടാകത്തില്ല. പ്രതീക്ഷകൾ അസ്തമിച്ച അവസ്ഥയായിരിക്കാം. എന്നാൽ കർത്താവ് കൈവെടുക്കത്തില്ല. കർത്താവ് താങ്കളെ കരം പിടിച്ചുയർത്തും. ഭക്തനായ യോസേഫിനെ കരം പിടിച്ചുയർത്തി മാനിച്ചതുപോലെ താങ്കളെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. ആകയാൽ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.